തിന്ന് തിന്നങ്ങ് കൊഴുക്ക്. എടി, ഇവന്റെ അമ്മ ചെയ്തതിന് ഇവൻ എന്ത് കഴിച്ചു? ഓ, നീ ഒന്ന് അകത്തേക്ക് പോയെ, മോനിത്തിരി ഭക്ഷണം കഴിച്ചോട്ടെ. ഊട്ട് ഊട്ട്, നല്ല മത്സരിച്ചങ്ങ് ഊട്ട്. ചേച്ചി, ആ പയ്യൻ ആരാ? ബാപ്പച്ചിയുടെ പെങ്ങടെ മോനാ. തനി കാണ്ടാമൃഗ, ഒരു മനുഷ്യപ്പറ്റില്ലാത്തൊരു സാധനം. പിന്നെ ചേച്ചി എനിക്കറിയാം. ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. എന്റെ കാര്യോ? ആ, വിഷ്ണുവേട്ടൻ ഞങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. സുബൈറക്കല്ല മോളാണ്. അതെ. പക്ഷേ അനുഭവമായിട്ടുള്ള റിലേഷനൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. അല്ല, അനിയനാണെന്നുള്ള കാര്യം ആ കഥയൊക്കെ ഇനിയും പറഞ്ഞോളെ. റിസൾട്ടൊക്കെ നോക്കിയ ശേഷം വീട്ടിലേക്ക് ഇറങ്ങണം, എന്നിട്ടേ പോവാവൂ. ഞാൻ വന്നോളാം. എന്നാ പിന്നെ നിങ്ങൾ പൊയ്ക്കോ. ഈ പോക്ക് കുഴപ്പോ എല്ലാവർക്കും. ഈ പറയുന്നതിലൊന്നും ഒരു സത്യമില്ലേക്ക. ഇക്ക നൂർജഹാൻ നല്ല കുട്ടിയാ. എന്റെ അച്ഛനും അമ്മയും ഒരു മകളെ പോലെ അവളെ കാണുന്നേ. ഇക്ക എനിക്ക് അവള് പെങ്ങളെ പോലെയാ. ഓ, ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള അകൽച്ച ഒന്നുമില്ലാതെ പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള നല്ലൊരു ബന്ധം. അതിങ്ങനെയൊന്നും പറഞ്ഞ് തകർക്കരുന്ന് പറയിക്ക. ദാടാ, നീ വാചകം അടിച്ച് മാമാനെ സോപ്പിട്ട് നിർത്തുന്ന പോലെ എന്നെ പാട്ടിലാക്കാൻ വരല്ലേ? ഞാനും ഇതും ഇതിനപ്പുറം കഴിഞ്ഞു വന്നോനാ. മാമായ്ക്ക് നേരായ വഴിക്ക് നിന്നെ അവിടെ നിറക്കി വിടാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ എനിക്ക് നിന്നെ അവിടെ നിറക്കി വിടാൻ പല വഴികളുണ്ട്. അതുകൂടി നീ ഓർത്തു വെച്ചോ. നീ നിന്റെ വഴികളൊക്കെ നോക്കിക്കോ. പക്ഷെ സുബൈർക്ക് പറയാതെ ഞങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ നിനക്കാവില്ല. കാരണം ഞാനും സുബൈർക്കും തമ്മിലെ വാടക ചീട്ട് എഴുതിയിരിക്കുന്നേ, അല്ലാതെ നീയായിട്ടല്ല. എങ്കിൽ നീ ചെവിയെന്ന് വിളിക്കോടാ. നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇല്ലെങ്കിലേ ഞാൻ നിന്നെ ഇറക്കും. വണ്ടി എടുക്കടാ. പൊന്നി, പച്ചക്കായും മറ്റും മേടിക്കണ്ടേ? ഈ പിള്ളയൊട്ട് കാണുന്നുമില്ല. പച്ചക്ക മാത്രം പോരെ സത്യമേ, ദേ ഇത്രയും സാധനങ്ങൾ കൂടി വാങ്ങണം. വരേണ്ട സമയമായില്ലേ? ഇന്ന് മാർക്കറ്റിൽ പോണെന്ന് ഇന്നലെ വിളിച്ചു പറഞ്ഞതുമല്ലേ? ആ, നാളെ ട്യൂഷൻ സെന്ററിലേക്കുള്ള ഓർഡറിന്റെ സാധനങ്ങളും എടുക്കണം. അതിന്റെ ലിസ്റ്റ് ശാന്തേച്ചി ഇട്ടിട്ട് ഇവിടെ എവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഭാമേ, ഇവളെന്തോ നോക്കുന്നേ? ഈ സാധനങ്ങൾ മേടിക്കാനുള്ള ലിസ്റ്റാ. എന്റെ ഭാമേ, ഈ കടയിൽ നിന്ന് മേടിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഒരു ഒറ്റ വെക്കണം. അപ്പൊ പിന്നെ ഇത് വയ്ക്കുന്ന സ്ഥലം മറന്നുപോകില്ല. കടയിൽ പോകാൻ നേരത്ത് അതിൽ നിന്ന് പോയി എടുത്താൽ മതിയല്ലോ. ആ, കിട്ടി സത്യമേ. എന്നാ പിന്നെ ഈ 2 ലിസ്റ്റും കൂടി ഒന്നിച്ചെവിടെയെങ്കിലും വെക്ക്. പൊന്നി, ഇനി ചോദിക്കുമ്പോ കാണുന്നില്ലെന്ന് പറയരുത് കേട്ടോ. എല്ലായിടത്തും വെച്ചോ പൊന്നി? പോവാൻ റെഡിയായിരിക്കാമല്ലോ. പൊന്നി എപ്പോഴേ റെഡിയായിട്ട് നിൽക്കുവാ. പിള്ളയല്ലേ വൈകിയത്? ഓ, രാവിലെ ഒരു വള്ളിക്കേസ് വന്ന് പെട്ടു. അതൊന്ന് ഒഴിവാക്കി വിട്ടിട്ട് വരുന്ന വഴിയാ. എന്നാ പിന്നെ പൊന്നി, നമുക്ക് പോയേക്കാം. വാ. അല്ല, ചീട്ട് മാത്രം മതിയോ? വാങ്ങിക്കാനുള്ള കാശൊന്നും വേണ്ടേ? ഓ, അത് ശരി. പൈസ വാങ്ങിച്ചില്ലായിരുന്നു? രാഘവേട്ട, ആ പൈസ ഇങ്ങെടുത്ത് കൊടുത്തേ.
രാഘവേട്ടാ, ആ പൈസ അങ്ങ് എടുത്തു കൊടുക്കാന്. പൈസയോ? ഏത് പൈസയാ? അല്ല, 100 കൊണ്ടുവന്ന് ഒരു 25,000 രൂപ തന്നില്ലായിരുന്നോ? ഞാനത് രാഘവേട്ടന്റെ കയ്യിലേക്കല്ലേ തന്നത്. എന്റെ കയ്യിലോ? പിന്നല്ലാതെ പൊന്നി, നീയും കണ്ടതല്ലേ? ശരിയാ സാറേ, ആ പണം സത്യമ്മ സാറിന്റെ കയ്യിലേക്കാ തന്നത്. അതിപ്പോ ഞാൻ ഇവിടെ കൊണ്ടുവച്ച് അലമാരുടെ തട്ടിക്കൊണ്ടു വച്ചായിരുന്നു. ഞാനിപ്പോ എടുത്തരാ. ഞാനിപ്പോ എടുത്തരാം. ഈയിടെയായിട്ട് മറവി ഇത്തിരി കൂടുതലാണല്ലോ.